സ്ത്രീകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഈ കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യാൻ പറ്റാതാവുമ്പോൾ, റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ അവർക്ക് പെൻഷൻ ഇല്ല. ബീഡി തൊഴിലാളികൾ ആരും ഇവിടെ പറഞ്ഞു, ബീഡി തൊഴിലാളികൾ ആരും പറഞ്ഞു, അവർക്കില്ല, പെൻഷനില്ല. നിരവധി ക്ഷേമനിധി ബോർഡുകളാണ്, 5-6 അടച്ചുപൂട്ടാറായി. സർ, ഞങ്ങൾ എപ്പോഴും ചോദിക്കുമല്ലോ, ഇവിടെ ഒയാസിസും മറ്റൊന്നും പറഞ്ഞു, അതുകൊണ്ടല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഞങ്ങൾ എപ്പോഴും ചോദിക്കില്ലേ? നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ ചോദ്യം. എന്താ, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണന എന്താണ്? നിങ്ങളുടെ മുൻഗണന ഇതാണോ? ഈ പാവപ്പെട്ട 10, 30, 35 ലക്ഷം വരുന്ന തൊഴിലാളികളെ അവർ അംശാദായ അടച്ച ക്ഷേമനിധി ബോർഡുകളിൽ അവരുടെ തുക അതുപോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ്. സാർ, ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് കോടികളാണ്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നിങ്ങൾ ഗവൺമെന്റ് ഇരിക്കല്ലേ, 9 കൊല്ലമായി ഈ ക്ഷേമനിധി ബോർഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിന്റെ കോസ്റ്റ് ഭയങ്കരമായി കൂടുന്നു, വളരെ കൂടുന്നു. എന്തിനാണ് ഇത്രയും വെള്ളാനകൾ? നിങ്ങൾക്ക് 4-5 സമാന സ്വഭാവമുള്ള ബോർഡുകൾ കൺസോളിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കാൻ പാടില്ലേ? നമ്മുടെ സാർ ബില്ലിൽ ഉള്ളത് 5% കൂടുതൽ എക്സ്പെൻസ് വരാൻ പാടില്ല എന്നാണ്. ടോട്ടൽ കോർപ്പസിന്റെ 5% കൂടുതൽ. ഇതെത്രയാണ്? എത്ര ജീവനക്കാരാണ്? എത്ര പിൻവാതിൽ നിയമനങ്ങളാണ്? നിങ്ങൾ ഇതൊന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇരിക്കുമ്പോൾ സർക്കാർ ഇത്രയും സംഭവങ്ങൾ പാവപ്പെട്ടവനെ ബാധിക്കുന്ന, സാധാരണക്കാരനെ ബാധിക്കുന്ന, സാർ, ഒരു അപകട മരണം ഉണ്ടായാൽ പോലും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, ഒരു രൂപ അവന് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി നിൽക്കുമ്പോൾ നിങ്ങളൊരു റിവ്യൂ നടത്തി ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണ്ടേ? നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ആക്ഷനും ഇല്ല. നിങ്ങൾ നിസ്സംഗതയാണ്. നിങ്ങൾക്ക് മുൻഗണനയില്ല. സർ, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. അതുകൊണ്ട് 35-40 ലക്ഷത്തോളം തൊഴിലാളികളെ കേരളത്തിൽ ബാധിക്കുന്ന തൊഴിലാളികളെയും ഈ ബോർഡിൽ അംഗങ്ങളായിരിക്കുന്നവരെയും റിട്ടയർ ചെയ്തവരെയും ഒരുപോലെ, റിട്ടയർ ചെയ്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ, സർ, ജോലി ചെയ്യുന്നവർക്ക്, അംഗങ്ങളായിരിക്കുന്നവർക്ക് പ്രസവാനുകൂല്യവും വിദ്യാഭ്യാസ സഹായവും വിവാഹാനുകൂല്യവും ഉൾപ്പെടെയുള്ള ഒരുപാട് സഹായങ്ങൾ കേരളത്തിൽ 35-40 ലക്ഷം പാവപ്പെട്ട തൊഴിലാളികൾക്ക് അത് കിട്ടുന്നില്ല എന്നാണ് ഈ സർക്കാരിന്റെ പ്രതിപക്ഷം പറയുന്നത്. സാർ, ഇതിൽ വളരെ ലാഘവത്വത്തോടു കൂടിയ, പുച്ഛത്തോടു കൂടിയുള്ള ധനകാര്യമന്ത്രിയുടെ ഈ മറുപടിയിൽ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു.